ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. പ്രധാന വാർത്തകൾ. ഭീകരവാദം തുറന്നുകാട്ടാൻ വിവിധ രാജ്യങ്ങളിലേക്ക് സർവകക്ഷി സംഘത്തെ നിയോഗിച്ച് കേന്ദ്ര സർക്കാർ. ശശി തരൂർ ഒരു സംഘത്തെ നയിക്കും. ഇ.ടി. മുഹമ്മദ് ബഷീർ, ജോൺ ബ്രിട്ടാസ്, വി മുരളീധരൻ എന്നിവർ വിവിധ സംഘങ്ങളിൽ അംഗങ്ങളാകും. ദേശസുരക്ഷയുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ പ്രതികരണത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ ചരിത്രപരമായ പരിവർത്തനത്തിന് തുടക്കമിട്ടതായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ. EOS-09 ഉപഗ്രഹ വിക്ഷേപണം ലക്ഷ്യം കണ്ടില്ല. ദൌത്യത്തിന്റെ 3ാം ഘട്ടത്തിൽ പ്രശ്നങ്ങൾ നേരിട്ടതായി ISRO ചെയർമാൻ. കൊച്ചി വിമാനത്താവളത്തിലെ സിയാൽ 2.0 പദ്ധതി ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. സാഫ് അണ്ടർ-19 ഫുട്ബോൾ ഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. IPL-ൽ രാജസ്ഥാൻ പഞ്ചാബ്, ഡൽഹി ഗുജറാത്ത് പോരാട്ടങ്ങൾ. വാർത്തകൾ വിശദമായി. ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ നിലപാട് ധരിപ്പിക്കുന്നതിനായി ഭരണ പ്രതിപക്ഷ എംപിമാർ അടങ്ങുന്ന 7 സംഘങ്ങൾ ലോകരാജ്യങ്ങളുമായി ആശയവിനിമയം നടത്തുമെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. കേരളത്തിൽ നിന്ന് എംപിമാരായ ശശി തരൂർ, ജോൺ ബ്രിട്ടാസ്, ഇ.ടി. മുഹമ്മദ് ബഷീർ എന്നിവരും മുൻ വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരനുമാണ് നിയോഗിക്കപ്പെട്ടത്. ഒരു റിപ്പോർട്ട്. സൌദി അറേബ്യ, ബഹ്റൈൻ, കുവൈറ്റ്, അൾജീരിയ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കുന്ന 1ാം സംഘത്തിന് BJP MP ബൈജയന്ത് പാണ്ഡെ നേതൃത്വം നൽകും. BJP നേതാവ് രവിശങ്കർ പ്രസാദ് നയിക്കുന്ന 2ാം സംഘം UK, ജർമ്മനി, ഫ്രാൻസ്, യൂറോപ്യൻ യൂണിയൻ, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളാണ് സന്ദർശിക്കുക. ഇന്തോനേഷ്യ, മലേഷ്യ, ദക്ഷിണ കൊറിയ, ജപ്പാൻ, സിംഗപ്പൂർ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കുന്ന എംപിമാരുടെ സംഘത്തിൽ CPIM-ന്റെ ജോൺ ബ്രിട്ടാസ്, തൃണമൂൽ കോൺഗ്രസിന്റെ യൂസഫ് പത്താൻ എന്നിവർ ഉൾപ്പെട്ടിട്ടുണ്ട്. ശിവസേന MP ശ്രീനാഥ് ഷിൻഡെ നയിക്കുന്ന 4ാം സംഘം UAE, ലൈബീരിയ, കോങ്കോ തുടങ്ങിയ രാജ്യങ്ങളാണ് സന്ദർശിക്കുക. മുസ്ലിം ലീഗിന്റെ ഇ.ടി. മുഹമ്മദ് ബഷീർ ഈ സംഘത്തിൽ അംഗമാകും. US, പനാമ, ബ്രസീൽ, കൊളംബിയ തുടങ്ങിയ രാജ്യങ്ങൾ സന്ദർശിക്കുന്ന എംപിമാരുടെ സംഘത്തിന് കോൺഗ്രസിന്റെ ശശി തരൂർ ആയിരിക്കും നേതൃത്വം നൽകുക. സ്പെയിൻ, ഗ്രീസ്, ലാത്വിയ, റഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ DMK MP കനിമൊഴിക്ക് കീഴിലുള്ള സംഘമാണ് സന്ദർശിക്കുക. ഈജിപ്ത്, ഖത്തർ, എത്യോപ്യ, ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങളിലെത്തുന്ന 7ാം സംഘത്തിന് NCP SVP MP സുപ്രിയ സൂലെ നേതൃത്വം നൽകും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഭീകരാക്രമണങ്ങൾക്ക് മറുപടിയായി ഓപ്പറേഷൻ സിന്ദൂറിലൂടെ സൈന്യം സ്വീകരിച്ച നിർണായക നടപടികളെ പ്രശംസിച്ച് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ദേശസുരക്ഷയുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ പ്രതികരണത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ ചരിത്രപരമായ പരിവർത്തനത്തിന് തുടക്കമിട്ടതായി ആഭ്യന്തരമന്ത്രി പറഞ്ഞു. सर्जिकल स्ट्राइक कर एक प्रतीकात्मक जवाब दिया गया. पुलवामा में हमला हुआ, एयर स्ट्राइक कर चेतावनी दी गई, मगर ये सुधरे नहीं. पहलगांव में हमला किया. इस बार ऑपरेशन सिंदूर से उनके हेडक्वार्टर्स को नेस्त नाबूद कर പാകിസ്ഥാനിലെ ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ-ഇ-തോയ്ബ തുടങ്ങിയ സംഘടനകളുടെ ഭീകര ക്യാമ്പുകൾ നശിപ്പിച്ചാണ് പെഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടി നൽകിയതെന്ന് വ്യക്തമാക്കിയ ആഭ്യന്തരമന്ത്രി ഭീകരതയ്ക്കെതിരായ സർക്കാരിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് ആവർത്തിച്ചു. അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷന്റെ 1500 കോടി രൂപയിലേറെ വരുന്ന വിവിധ വികസന പദ്ധതികൾക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് തുടക്കം കുറിക്കും. ഗുജറാത്തിൽ 2 ദിവസത്തെ സന്ദർശനം നടത്തുന്ന അദ്ദേഹം ഗുജറാത്ത് സംസ്ഥാന സഹകരണ യൂണിയൻ നടത്തുന്ന സമ്മേളനത്തെ ഇന്ന് രാവിലെ അഭിസംബോധനയും ചെയ്യും. വില്ലേജ്, താലൂക്ക്, ജില്ലാ, സംസ്ഥാന തലങ്ങളിലെ 4500ഓളം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. EOS-09 ഭൌമ നിരീക്ഷണ ഉപഗ്രഹവുമായുള്ള PSLV C-61 വിക്ഷേപണം ലക്ഷ്യം കണ്ടില്ല. ദൌത്യത്തിന്റെ 3ാം ഘട്ടത്തിൽ പ്രശ്നങ്ങൾ നേരിട്ടതായി ISRO ചെയർമാൻ വി നാരായണൻ അറിയിച്ചു. Today, we targeted the 101st launch from Sriharikota. The PSLV C-61 EOS-09 mission was targeted. The PSLV is a 4-stage vehicle. Up to the 2nd stage, the performance was quite normal. 3rd stage motor started perfectly. But during the functioning of the 3rd stage, we are seeing a observation and the mission could not be accomplished. After analysis, we shall come back. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നായിരുന്നു വിക്ഷേപണം. ISROയുടെ 101ാമത്തെ വിക്ഷേപണമായിരുന്നു ഇന്നത്തേത്. ദേശസുരക്ഷ, ദുരന്ത നിവാരണം, കൃഷി, വനം, നഗരാസൂത്രണം എന്നിവയുൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾ മുൻനിർത്തിയായിരുന്നു ഉപഗ്രഹ വിക്ഷേപണം. കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് മഹാരാഷ്ട്രയിലെ നാഗ്പൂർ സന്ദർശിക്കും. വികസിത കൃഷി പ്രമേയമാക്കിയുള്ള ഉന്നതതല കൂടിയാലോചനയിൽ അധ്യക്ഷത വഹിക്കുന്ന കേന്ദ്ര കൃഷിമന്ത്രി നാഗ്പൂരിലെ പ്രധാന കാർഷിക ഗ്രാമവികസന പദ്ധതികൾ അവലോകനം ചെയ്യും. കാർഷിക മേഖലയിലെ സംഭാവനകൾ മാനിച്ച്
നൂതന കാർഷിക രീതികൾ അവലംബിക്കുന്ന കർഷകരെ ചടങ്ങിൽ ആദരിക്കും. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് സന്നിഹിതനാകും. നാളെ ബ്രസീലിൽ നടക്കുന്ന ബ്രിക്സ് ഊർജ്ജമന്ത്രിമാരുടെ യോഗത്തിൽ കേന്ദ്ര ഊർജ്ജമന്ത്രി മനോഹർ ലാൽ പങ്കെടുക്കും. ഊർജ്ജ സുരക്ഷ, താങ്ങാവുന്നതും സുസ്ഥിരവുമായ ഊർജ്ജ ലഭ്യത എന്നിവയെക്കുറിച്ച് ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ മന്ത്രിമാരുമായി കേന്ദ്രമന്ത്രി ചർച്ച നടത്തും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. കൊച്ചി വിമാനത്താവളത്തിലെ വിവിധ പ്രവർത്തനങ്ങൾ ഡിജിറ്റൈസ് ചെയ്യുന്ന സിയാൽ 2.0 പദ്ധതി സിയാൽ ചെയർമാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിക്കും. 200 കോടി രൂപ ചെലവിൽ സൈബർ ഡിഫൻസ് ഓപ്പറേഷൻ സെന്റർ, ഫുൾ ബോഡി സ്കാനറുകൾ, AI അധിഷ്ഠിത നിരീക്ഷണ സംവിധാനങ്ങൾ, ബോംബ് ഡിറ്റക്ഷൻ ആൻഡ് ഡിസ്പോസൽ സിസ്റ്റത്തിന്റെയും നിലവിലുള്ള സംവിധാനങ്ങളുടെയും ആധുനികീകരണം എന്നിവയാണ് നടപ്പാക്കുന്നത്. ഇതോടനുബന്ധിച്ച് ഉച്ചകഴിഞ്ഞ് സിയാൽ കൺവെൻഷൻ സെന്ററിൽ എയ്റോ ഡിജിറ്റൽ സമ്മിറ്റ് സംഘടിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായുള്ള പട്ടികജാതി പട്ടികവർഗ സംസ്ഥാനതല സംഗമം ഇന്ന് പാലക്കാട് മലമ്പുഴയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രിമാരായ OR കേളു, MB രാജേഷ്, K കൃഷ്ണൻകുട്ടി എന്നിവർ പങ്കെടുക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. തദ്ദേശീയ വിഭാഗത്തിലുള്ളവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ മുഖ്യമന്ത്രിയോട് നേരിട്ട് പറയാനുള്ള അവസരം നൽകുകയാണ് സംഗമത്തിന്റെ ലക്ഷ്യം. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 1200 പേർ സംഗമത്തിൽ പങ്കെടുക്കും. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കർഷകർ, കായിക താരങ്ങൾ, ആരോഗ്യ പ്രവർത്തകർ, കലാകാരന്മാർ, വിവിധ ഗോത്ര വിഭാഗങ്ങളിലുള്ള ഊരുമൂപ്പന്മാർ, മെഡിക്കൽ കോളേജ്, IIT, IIM, NIT സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾ, ദേശീയ സംസ്ഥാന പുരസ്കാര ജേതാക്കൾ തുടങ്ങിയവർ സംഗമത്തിൽ പങ്കെടുക്കും. BPCLുമായി സഹകരിച്ച് കൊച്ചി മെട്രോ കളമശ്ശേരി മെട്രോ സ്റ്റേഷന് സമീപം ആരംഭിക്കുന്ന ഫ്യൂവൽ സ്റ്റേഷൻ ഇന്ന് ഉച്ചകഴിഞ്ഞ് മന്ത്രി P രാജീവ് ഉദ്ഘാടനം ചെയ്യും. 27,000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ സജ്ജീകരിച്ചിരിക്കുന്ന ഫ്യൂവൽ സ്റ്റേഷനിൽ ഒരേ സമയം 25 വാഹനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കാനുള്ള സൌകര്യമുണ്ടാകും. ഇലക്ട്രിക് ചാർജിംഗ് സൌകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പാലക്കാട് ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മന്ത്രി വീണ ജോർജ് ഇന്ന് നിർവഹിക്കും. ജില്ലാ പഞ്ചായത്തും നാഷണൽ ആയുഷ് മിഷനും സംയുക്തമായി നിർമ്മിച്ച പുതിയ OP കെട്ടിടത്തിന്റെയും സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകളായ സ്പോർട്സ് ആയുർവേദം, സ്ത്രീരോഗ വിഭാഗം, ശിശുരോഗ ചികിത്സാ വിഭാഗം, ലബോറട്ടറി എന്നിവയുടെയും ഉദ്ഘാടനമാണ് നടക്കുക. കോഴിക്കോട് കായക്കൊടിയിലെ ചിലയിടങ്ങളിൽ ഇന്നലെ ഭൂചലനം അനുഭവപ്പെട്ടതായി റിപ്പോർട്ട്. വസ്തുവകകൾക്ക് നാശമില്ല. പ്രകമ്പനവും ശബ്ദവും ഉണ്ടായതായി പ്രദേശവാസികൾ അറിയിച്ചതിനെ തുടർന്ന് ഗ്രാമപഞ്ചായത്ത്, വില്ലേജ് ഓഫീസ് അധികൃതർ സ്ഥലത്തെത്തി. കൂടുതൽ പരിശോധനകൾ നടത്തുമെന്ന് അധികൃതർ പറഞ്ഞു. സാഫ് അണ്ടർ-19 ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശുമായി ഏറ്റുമുട്ടും. അരുണാചൽ പ്രദേശിലെ ഗോൾഡൻ ജൂബിലി സ്റ്റേഡിയത്തിൽ രാത്രി 7-നാണ് മത്സരം. വെള്ളിയാഴ്ച നടന്ന സെമിയിൽ മാൽഡിവീസിനെ ഏകപക്ഷീയമായ 3 ഗോളുകൾക്കാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. പുരുഷ വിഭാഗം സാഫ് ടൂർണമെന്റ് ഫൈനലുകളിൽ ബംഗ്ലാദേശിനെതിരെ മികച്ച റെക്കോർഡാണ് ഇന്ത്യയ്ക്കുള്ളത്. ഇരു രാജ്യങ്ങളും തമ്മിൽ മുൻപ് ഏറ്റുമുട്ടിയ 4 കലാശ പോരാട്ടങ്ങളിലും ഇന്ത്യയ്ക്കായിരുന്നു വിജയം. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. വൈകിട്ട് 3:30 ജയ്പൂരിൽ നടക്കുന്ന കളിയിൽ രാജസ്ഥാൻ റോയൽസ് പഞ്ചാബ് കിങ്സിനെ നേരിടും. രാത്രി 7:30 ഡൽഹി ക്യാപിറ്റൽസും ഗുജറാത്ത് ടൈറ്റൻസും ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ ഏറ്റുമുട്ടും. ഇന്നലെ പ്ലേ ഓഫ് കാണാതെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പുറത്തായി. ആഗോള കത്തോലിക്ക സഭയുടെ 267 മാർപ്പാപ്പയായി ലിയോ 14 ഔദ്യോഗികമായി ഇന്ന് ചുമതലയേൽക്കും. ചുമതലയേറ്റുകൊണ്ടുള്ള കുർബാന സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30 നടക്കും. കുർബാന മധ്യേ വലിയിടയന്റെ വസ്ത്രവും സ്ഥാനമോദരവും ഏറ്റുവാങ്ങി വിശുദ്ധ പത്രോസിന്റെ പിൻഗാമിയായി മാർപ്പാപ്പ സഭയുടെ സാരഥ്യം ഏറ്റെടുക്കും. റെഡിമെയ്ഡ് തുണിത്തരങ്ങൾ, സംസ്കരിച്ച ഭക്ഷണ സാധനങ്ങൾ തുടങ്ങി ബംഗ്ലാദേശിൽ നിന്നുള്ള ചില ഉത്പന്നങ്ങളുടെ കരവഴിയുള്ള ഇറക്കുമതിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി ഇന്ത്യ. കഴിഞ്ഞ മാസം ചില ഇന്ത്യൻ ഉത്പന്നങ്ങൾക്ക് ബംഗ്ലാദേശ് വിലക്ക് ഏർപ്പെടുത്തിയതിനുള്ള മറുപടിയായാണ് ഇത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഭീകരവാദം തുറന്നുകാട്ടാൻ വിവിധ രാജ്യങ്ങളിലേക്ക് സർവകക്ഷി സംഘത്തെ നിയോഗിച്ച് കേന്ദ്ര സർക്കാർ. ശശി തരൂർ ഒരു സംഘത്തെ നയിക്കും. ET മുഹമ്മദ് ബഷീർ, ജോൺ ബ്രിട്ടാസ്, V മുരളീധരൻ എന്നിവർ വിവിധ സംഘങ്ങളിൽ അംഗങ്ങളാകും. ദേശസുരക്ഷയുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ പ്രതികരണത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ ചരിത്രപരമായ പരിവർത്തനത്തിന് തുടക്കമിട്ടതായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ. EOS 09 ഉപഗ്രഹ വിക്ഷേപണം ലക്ഷ്യം കണ്ടില്ല. ദൌത്യത്തിന്റെ 3ാം ഘട്ടത്തിൽ പ്രശ്നങ്ങൾ നേരിട്ടതായി ISRO ചെയർമാൻ. കൊച്ചി വിമാനത്താവളത്തിലെ സിയാൽ 2.0 പദ്ധതി ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. സാഫ് അണ്ടർ-19 ഫുട്ബോൾ ഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. IPLൽ രാജസ്ഥാൻ പഞ്ചാബ്,
ഡൽഹി ഗുജറാത്ത് പോരാട്ടങ്ങൾ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.